വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇതുപോലത്തെ നിങ്ങള് കൊണ്ടേക്കളി തരാം. അയ്യ അത് പറയണ്ട, കൊറേ പെണ്ണുകൾ കാത്തിരിക്കാണ്. സത്യം പറഞ്ഞ മുത്തൂസ്, തമാശല്ലേ, ഇത് തമാശല്ലേ, സത്യം പറഞ്ഞ നോർമൽ കോള വന്നത്. പക്ഷെ എന്നിട്ട് അവസാനം വന്നപ്പോ എന്താണ് അതിനകത്ത് അപ്പൊ ഇന്ന് മുത്തൂസ് ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. സ്പെഷ്യൽ ഒന്നല്ല, സാധാരണ നമുക്ക് ചോദിക്കില്ലല്ലേ മുത്തൂസിന് എന്താ ഉണ്ടാക്കാറിയാന്നല്ലേ. മുത്തൂസിനൊന്നും ഉണ്ടാക്കാറിയൊന്നും ഇല്ല, എന്നാലും എന്താ ഉണ്ടാക്കണേ? ചിക്കൻ കറി. ചിക്കൻ കറി പെങ്ങളെ ചെറുക്കനെ എന്താക്കിയെന്നോ, ഓന് ഹോട്ടലിലാണ്. അപ്പൊ അവിടുന്ന് ഓന് കുറച്ച് പൊറാട്ട ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് പെങ്ങളെ അടുത്ത് മേടിച്ചോണ്ടിരുന്നു. അപ്പൊ മുത്തൂസിന് ചിക്കൻ വേണമെന്ന്. പൊറാട്ടക്ക് ചിക്കൻ വേണ്ടേ? സാധാരണ പൊറാട്ടക്ക് ഹോട്ടലിൽ പോയാൽ എന്നിട്ടാലും മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി ഇതൊക്കെ ഉണ്ടാവുക. വീട്ടിലാകുമ്പോൾ മുത്തൂസിന് ചിക്കൻ കറി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് ചിക്കൻ കറി വേണം. അങ്ങനെ നമ്മളെന്താക്കി ചിക്കൻ കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ, പുട്ടും കുറ്റിയില് പൊറാട്ട ചൂടാക്കാൻ വെച്ചേക്കാണ്. മറ്റപ്പോ പറഞ്ഞ പോലെ ഇത് പൊറാട്ടയെന്ന് പറഞ്ഞിട്ട് പുട്ടാണല്ലോ എന്ന്. ഇതില് ചൂടാക്കൊക്കെ ചെയ്യട്ടോ, ചൂടാക്കൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പിന്നെ ഇതിലാകുമ്പോ ഒന്നും കൂടി നല്ല ആവിയിൽ സോഫ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിൽ വെച്ചാല് വെറും ഹീറ്റ് ആവില്ല. അപ്പൊ ചിലപ്പം അത്രക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് മുത്തൂസ് ഫുള്ള് കണ്ണിങ് ആണ്. ബിരിയാണി ഒക്കെ ആണെങ്കിൽ അതിൽ ചൂടാക്കട്ടോ, നല്ല എളുപ്പ. ഇനിപ്പോൾ ഞാൻ തലേന്ത് ബിരിയാണി കൊണ്ട് നോക്കണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ബിരിയാണി തന്നെ ഉണ്ടാവുമല്ലോ. ഇതിനെന്താ ബിരിയാണി ഉണ്ടാക്കണം അതൊന്ന് പറഞ്ഞു കൊടുത്താ. എന്റെ ബിരിയാണിക്കൊക്കെ ഇഷ്ടല്ല. ബിരിയാണി ഇഷ്ടമാണ് ചെന്നതിന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞ. ഇപ്പൊ ഈ അടുത്ത് നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ? ഈ അടുത്ത 2 മാസം മുന്നല്ലേ? 2 മാസം മുന്നേ. പിന്നെ എന്ന് നമ്മളിപ്പോ ഈ അടുത്ത് ഈ മോൾട്ട് ഇവിടെ ഉള്ള തന്നെ നമ്മൾ ഉണ്ടാക്കിട്ടാന്ന് കൊടുത്തതൊക്കെ ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല. എന്താണ് പണിന്ന് വരുമ്പോ ഉച്ചക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരുന്ന ഞാൻ താറ്റൊക്കെ കൊടുത്ത് പറഞ്ഞ് കുറച്ച് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി അതിക്ക് പുതിയായിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടോ മുത്തൂസ് ലേശം ബിരിയാണി ഒക്കെ ഉണ്ടായിക്കണോ? ഇന്ന് മുത്തൂസിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി കണ്ട എനിക്ക് സ്പെഷ്യൽ ഒന്നല്ല കേട്ടോ, എല്ലാരും ഉണ്ടാക്കണ പോലെ തന്നെ. നല്ല മഞ്ഞ കളർ ചിക്കൻ കറി, തേങ്ങ അരച്ച് തട്ടഞ്ഞ് തേങ്ങ വയ്ക്കാനുണ്ട്. എന്നെ കളിയാക്കാനുള്ള ഒരവസരം പായാക്കൂല. അല്ല ഇജ് പറയണ്ടേ, ഇജ് എല്ലാവർക്കും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, അപ്പൊ അറിയുള്ളൂ. മുത്തൂസിനുണ്ട് ആരോ വിളിക്കണുണ്ട്. മുത്തൂസ ആരോ വിളിക്കണേ? ആരും എന്നെ വിളിക്കാനില്ല കണ്ടോ. ഇതൊക്കെ എന്റെ അടവാണ്, എനിക്ക് മനസ്സിലായിക്കണോ. ഇതെന്ത് ചെയ്യാ, ഫോൺ വിളിക്കുമ്പോ ആദ്യം മറ്റേ ഇതെന്താ വിടുക മറ്റേ. അപ്പൊ ഞാൻ കേൾക്കുമ്പോ എന്റെ സൗണ്ട് കേട്ടാ കട്ട് ചെയ്ത് പോവാലോ. വിചാരിച്ചാലൊരു കുഴപ്പമില്ല. ഇതാണ് ഇത് നമുക്ക് മനസ്സിലാവില്ല എന്നാണ് വിചാരം. സംശയരോഗല്ലേ എനിക്ക് ചെയ്യണോണ്ടല്ല, അതില് നോർമൽ കോള വന്നത്. പക്ഷെ എന്നിട്ട് അവസാനം വന്നപ്പോ എന്താണ് അതിനകത്ത് എന്താണ് കസ്റ്റമർ കെയർ. കസ്റ്റമർ കെയർക്ക് ഈ രാത്രി നട്ടപ്പാതിരക്ക് വിളിക്കലല്ലോ അവർക്ക് പണി. സത്യം പറഞ്ഞ മുത്തൂസ്, തമാശല്ലേ, ഇത് തമാശല്ലേ, സത്യം പറഞ്ഞ കസ്റ്റമർ കെയർ നട്ടപ്പാതിര രാവിലെ അതൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളെന്നല്ലേ പറയാ, ആണുങ്ങളെന്നല്ലേ വിളിക്കല്. അത് കസ്റ്റമർ കെയർ അല്ലേ, ഇത് അങ്ങനെയല്ലല്ലോ. വാട്സപ്പില് വിളിക്കല് അല്ല ഇത് നോർമൽ കോള്, സാധാ നമ്പർ നോർമൽ കോളിൽ എനിക്ക് നല്ല സംശയം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ബാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ടേസ്റ്റ് കുറ്റം പറഞ്ഞു. രസമില്ലെങ്കിൽ മാത്രമേ കുറ്റം പറയൂ. രസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കുറ്റം പറയൂല. ഇല്ല മുത്തൂസ് അങ്ങനെയല്ലേ? അല്ല എന്നാലും ഇങ്ങനെ പറയില്ല. ഞാൻ അങ്ങനെ രസമുണ്ടോ ചോദിക്കുമ്പോ ഞാൻ പറയും രസമില്ല എന്ന് പറയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. ഉണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ ആണുങ്ങൾ എന്താ പറഞ്ഞില്ലേ, കുഴപ്പമില്ല രസം ഉണ്ട് സമ്മതിക്കാൻ അവർക്ക് വയ്യ. എല്ലാ ആൾക്കാരും വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇതുപോലത്തെ നിങ്ങള് കൊണ്ടേക്കളി തരാം. അയ്യ അത് പറയണ്ട, കൊറേ പെണ്ണുകൾ കാത്തിരിക്കാണ് ഞാൻ പറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് കൊണ്ടുപോവാന്. സമാധാനായി, അവൾക്ക് സമാധാനത്തിൽ എന്നെ കൊണ്ടുപോയല്ലേ. അപ്പൊ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. എത്ര പെണ്ണുങ്ങളാണ് എന്നെ കൊത്തിക്കൊണ്ടാൻ വേണ്ടി രാവിലെ ഞാൻ വാതിലോർക്കുമ്പോഴത്തേക്ക് ഒരു 10-50 വികൃതി കാട്ടണം. എന്ന് രാവിലെ ഞാൻ വാതിലോർക്കുമ്പോൾ 10-50 ആൾക്കാർ ഇവിടെ ക്യൂലാണ്. ചോദിച്ചിട്ടല്ലേ ഞാൻ നീച്ചു വരുമ്പത്തിന് ഓൾ എന്താക്കും, എല്ലാരും ആട്ടി പറഞ്ഞേക്കും. ഞാൻ നേരെ പോയിട്ടല്ലേ എണീക്ക, രാവിലത്തെ ക്യൂ ഞാൻ നീച്ചരുമ്പോ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒക്കെ മുത്തൂസ് ആട്ടിപ്പായിക്കാണ്. ഇപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. മുത്തൂസ് അങ്ങനെയാണ്, എല്ലാരും ആട്ടിപ്പായിക്കും. എന്നാ ഞാൻ എന്ന് പറയും നിങ്ങൾ പൊയ്ക്കോളിന്ന്. എന്തായാലും പൊറാട്ടി നിങ്ങൾക്ക് അറിയും. അത് ഞാൻ അതിനുള്ള അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അറിയാവാനായോ? അങ്ങനെ ഗൈസ് മുത്തൂസിന്റെ പൊറാട്ടയും ചിക്കൻ കറി റെഡി ആക്കണം. പൊറാട്ട നമ്മള് ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് പെങ്ങളിട്ടി കൊണ്ടുവന്നാണ്. എങ്ങനെയുണ്ട് പൊറാട്ട?
ചിക്കൻ കറി വേണ്ടേ? ചിക്കൻ വേണോ? ചിക്കൻ വേണോ? ആദ്യം തിന്നല്ലോ ചിക്കൻ വേണോ? ഓ, കാലുള്ള ചിക്കൻ വേണ്ടേ? ഓക്കെ, അപ്പൊ കൈ വേദനയാണ്. പിന്നപ്പച്ച് വാരി തരട്ടെ. ഞാൻ പിന്നെ അങ്ങനെ രസമില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒഴിച്ചേക്കും. രസമില്ലെന്ന് പറഞ്ഞാൽ മുത്തൂസിന് തിരിച്ചേക്കിടാൻ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മുത്തൂസ് ചിലപ്പം രസമില്ലാന്ന് പറഞ്ഞാൽ കറിപ്പാത്രോടെ മുത്തൂസിന് പോകും. അപ്പൊ പിന്നെ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ആദ്യം തന്നെ ലേശം കൂടുതൽ ഒഴിച്ച് വെച്ചാൽ പ്രശ്നമില്ലല്ലോ. നിങ്ങളുടെ കറിപ്പാത്രത്തിൽ പോയാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മുത്തൂസ് ചിക്കൻ കറി അതേപോലെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാല് ഒരു രക്ഷയില്ല. ഞാൻ പറച്ചിലില്ല. ആദ്യം എനിക്ക് മുളകിട്ട് മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കൂട്ടിട്ട് ചോറ് കൂടുതൽ തിന്നിച്ചിട്ടേ പിന്നെ ഇപ്പൊ മുളകിട്ട് മീൻകറിയുടെ രസം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും നന്നായാലും ഞാൻ നന്നായി നിറച്ചിലില്ല. നന്നായി പറഞ്ഞാൽ പിന്നെ ഓള് കൊളാക്കി ഉണ്ടാക്കും. ഇല്ലട്ടോ, അങ്ങനൊന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ കൊളാവുന്നതാണ് സത്യമായിട്ടും. എന്തായാലും ഇന്ന് രസമുണ്ട്. അവളോട് പറയണ്ട. ഞാൻ കണ്ടില്ല കേട്ടോ. നെലത്ത് കളിൽ വേഗം കഴിക്കൂട്. പൊറാട്ടക്ക് പിന്നെ തേങ്ങ അരച്ച കറിയില്ല രസം. എനിക്ക് അങ്ങനൊന്നല്ല കേട്ടോ. എനിക്ക് ബീഫ് ഇഷ്ടമാണ്. എനിക്ക് നല്ല മുളക് ഇട്ട നല്ല അയിലക്കറി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പൊറാട്ടക്ക് അയിലിട്ട് മുളകിട്ട അയില. മീൻകറി ഇട്ട് പൊറാട്ട ഒന്നും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലോ ഒക്കെ കമന്റ് ചെയ്താളി. നല്ല മറ്റേ മുളകിട്ട അയിലക്കറി ഇഷ്ടമുള്ളതെന്ന് കണ്ടു പൊറാട്ടയ്ക്ക്. എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ചിക്കനും ബീഫൊക്കെ കഴിക്കും. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അതിന്റെ കൂടുതൽ എനിക്ക് നല്ല മറ്റേ മുളകിട്ട അയിലക്കറി. ഓ, പറയുമ്പോ ഞാൻ ഇതുവരെ പൊറാട്ടയും മീൻകറി തന്നിട്ടില്ല. അപ്പൊ സംഗതി എല്ലാം അടിപൊളിയാണ്. അപ്പൊ തിന്നാതിരിക്കുമ്പോഴേ അങ്ങനെ വീഡിയോ ഇടയില്ല. കാരണം കുറെ തിന്നാ നിങ്ങളൊക്കെ കാണൂലത്. അപ്പൊ എന്നാ അടുത്ത മനോഹരമായ രസകരമായ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാൻ തരാം.